ഡൽഹിയിൽ ഭരണത്തിലിരുന്ന AAP സർക്കാരിന്റെ അഴിമതികൾ തുറന്നുകാട്ടുന്ന CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി രേഖ ഗുപ്ത നിയമസഭയിൽ വെച്ചു. 14 റിപ്പോർട്ടുകളാണ് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. അതിനിടെ ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി നിയമസഭയിൽ ബഹളമുണ്ടാക്കിയതിന് 15 AAP MLA-മാരെ സ്പീക്കർ വിജേന്ദർ ഗുപ്ത സസ്പെൻഡ് ചെയ്തു. രാവിലെ 11-ന് സഭ സമ്മേളിച്ചപ്പോൾ തന്നെ ആം ആദ്മി അംഗങ്ങൾ ബഹളം തുടങ്ങിയിരുന്നു. ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച 15 AAP അംഗങ്ങളെ സ്പീക്കർ വിജേന്ദർ ഗുപ്ത സസ്പെൻഡ് ചെയ്തു. പ്രതിപക്ഷ നേതാവ് അതീഷിയും മുതിർന്ന നേതാവ് ഗോപാൽ റായ് എന്നിവരും സസ്പെൻഡ് ചെയ്ത MLA-മാരിൽ ഉൾപ്പെടുന്നു. മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് മദ്യനയ അഴിമതി ചൂണ്ടിക്കാട്ടിയുള്ള CAG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചത്. കെജ്രിവാൾ സർക്കാർ പൂഴ്ത്തിയ റിപ്പോർട്ടാണ് സഭയിൽ വെക്കുന്നതെന്ന് രേഖ ഗുപ്ത പ്രതികരിച്ചു. दिल्ली सरकार से संबंधित भारत के नियंत्रक एवं महालेखा परीक्षक का दिल्ली में शराब के विनियम और आपूर्ति पर निष्पादन लेखा परीक्षा प्रतिवेदन वर्ष 2024 का प्रतिवेदन संख्या नंबर 1 की प्रतियां सदन पटल पर प्रस्तुत करती हूँ. 2017 ശേഷം ആദ്യമായാണ് CAG റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നതെന്ന് സ്പീക്കർ വിജേന്ദർ ഗുപ്തയും വ്യക്തമാക്കി. കെജ്രിവാൾ സർക്കാരിന്റെ കാലത്ത് നടന്ന കെടുകാര്യസ്ഥതയും അഴിമതിയും ചൂണ്ടിക്കാട്ടുന്ന 14 CAG റിപ്പോർട്ടുകൾ നിയമസഭയിൽ വെക്കുമെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ BJP സർക്കാർ തീരുമാനിച്ചിരുന്നു. ജനം, ഡൽഹി.